ഇന്ന് മന്ത്രിമാർ നൽകിയത് വിചിത്രമായ മറുപടികളാണ്. തന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പ്രതിപക്ഷം ഇറങ്ങിയിരിക്കുന്നത് എന്നാണ് വ്യവസായ മന്ത്രിയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും ആരോപണം ഉന്നയിച്ചത്. തന്ത്രിക്ക് പ്രത്യേക പരിരക്ഷയൊന്നുമില്ല എന്നാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. കോടതിയെയാണ് വിമർശിക്കുന്നത് പ്രതിപക്ഷം എന്ന ആക്ഷേപവും മന്ത്രിമാർ ഉന്നയിച്ചു. കോടതിയെ ആക്ഷേപിച്ചത് ഇന്നലെ നിയമമന്ത്രിയാണ്. അതായത് ശബരിമല തന്ത്രിക്കെതിരായി കേസെടുക്കാൻ തെളിവിന്റെ കണിക പോലും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചത്. ആ ജാമ്യം അനുവദിച്ച കോടതിയെ ഇന്നലെ വിമർശിച്ചുകൊണ്ട് സംസാരിച്ചത് ബഹുമാനപ്പെട്ട നിയമവകുപ്പ് മന്ത്രിയാണ്. ഞങ്ങൾ ജനുവരി 11 തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിന്റെ അടുത്ത ദിവസം തന്നെ പറഞ്ഞിരുന്നു, ശബരിമല തന്ത്രിയെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് കാരണത്തിന്റെ പേരിലാണ് അറസ്റ്റ് ചെയ്യുന്നത്, എന്ത് ഒഫൻസാണ്, എന്ത് കുറ്റകൃത്യമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്, ഈ കുറ്റകൃത്യത്തിൽ അദ്ദേഹത്തിന്റെ പങ്കാളിത്തം എന്താണ് എന്ന് വ്യക്തമാക്കണം SIT എന്ന് ആവശ്യപ്പെട്ടിരുന്നു.